അതുപോലെ തന്നെ ഈ കനാലിലെ പണിയെ തുടർന്ന് ഈ റോഡാകെ നശിച്ച അവസ്ഥയിലാണ്. മുമ്പ് വലിയ വണ്ടി വരെ കടന്ന് വർക്കലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു റോഡ് കൂടിയാണത്. അതിൻ്റെ അവസ്ഥ ഇങ്ങനെയല്ല ചേട്ടാ. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം ഇവരിവിടെ ഈ TS കനാലിൻ്റെ വർക്ക് തുടങ്ങിയപ്പോഴത്തേക്കും ഈ കാണുന്ന സ്ഥലത്തുകൂടെയാണ് ഈ വണ്ടി അകത്തോട്ടിറക്കി അവർ ഇതിൻ്റെ സൈഡിലുള്ള കനാലിൻ്റെ മണലുകളും മറ്റുമൊക്കെ പണി ചെയ്തത്. എന്നിട്ട് ആ ഭാഗം അവിടെ ഇടിച്ച് പൊടിച്ച് അവിടെ ഇട്ടിട്ട് അവരെന്ത് ചെയ്തിരിക്കണം, ഇവിടെ നിന്ന് വണ്ടി കിടക്കണമല്ലോ JCB, ഈ JCB കിടക്കുന്ന ഇതുവഴി വണ്ടി ഇറക്കി ഇപ്പോൾ അപ്പുറത്തൂടെ പോയി അവരെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പൊളിച്ചിട്ട റോഡ് അവർ അത് ശരിയാക്കാത്ത നിലയ്ക്കാണ് അവർ അതവിടെ ഇട്ടിട്ട് ഇപ്പുറം വന്ന് പൊളിച്ച് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശത്ത് കൂടെ പോകുന്ന ജനങ്ങൾക്ക് എന്ത് വന്നാലും അവർക്കൊരു വിഷയമല്ല, ഈ പ്രദേശത്ത് എന്ത് നടന്നാലും അവർക്കൊരു വിഷയമല്ല. നമുക്ക് കാണാം, അടുത്ത വീട്ടിലുള്ള വണ്ടി അതിനകത്ത് കിടക്കുകയാണ്, അകത്ത് കൊണ്ടിട്ട വണ്ടി പുറത്തോട്ട് ഇറക്കാൻ പറ്റാതെ വണ്ടി അകത്ത് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലെ ഒരു മനുഷ്യന് പോകാനും വരാനും പറ്റാത്തൊരവസ്ഥയാണ്. അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ മെയിൻ്റനൻസ് എത്ര പൈസ ഇവിടെ ആവശ്യമുണ്ട്? ഈ റോഡ് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി എത്ര പൈസയുടെ ആവശ്യമാണ്? ഇവിടെ വരുന്ന പഞ്ചായത്തോ അതല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് MLA ഫണ്ടോ പഞ്ചായത്തിൻ്റെ ഫണ്ടോ ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നുള്ളതേ ഉള്ളായിരുന്നു. അവർ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. ഈ റോഡ് നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. ഈ ബീച്ച് സ്ഥിരം പൊക്കൊണ്ടിരുന്ന വഴിയാണിത്. പണ്ട് സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന വഴിയാണ്. ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ഈ തീരദേശത്ത് ഉള്ള പിന്നെ പെരുമാതുറ പണിക്ക് പോകാൻ വേണ്ടി, അതായത് മുതലപ്പുഴയിൽ പണിക്ക് പോകാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ വരെയും പോവുകയും ചെയ്തുകൊണ്ടിരുന്ന വഴി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മലപ്പുറത്ത് പള്ളി എന്ന് പറയുന്ന ചിലക്കൂർ പള്ളിയിൽ ജുമാ മസ്ജിദിൽ പോകാനുള്ള ഈ ആൾക്കാർക്ക് പോകാനും വരാനുള്ളായിരുന്ന വഴിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പുറത്തും ഈ TS കനാലിൻ്റെ റൈറ്റും ലെഫ്റ്റും കിടക്കുന്ന ആൾക്കാർക്ക് പോകാനും വരാനും ഉണ്ടായിരുന്ന നല്ലൊരു പാതയാണ്.